ടോമി എന്താ ഇത്? നോ ജങ്ക് ഫുഡ്. പാലിൽ 1 സ്പൂൺ തേൻ ചേർത്ത് നിനക്ക് കുടിക്കാൻ തരാട്ടോ. ടോമി, പാലെന്ന് കേൾക്കുമ്പോ നീ ഇങ്ങനെ ഓടിയാൽ എങ്ങനാടാ? എന്റെ മോനെ അനന്തരവാ, വണ്ടി ഓടിക്കുന്ന സമയത്ത് റോഡിൽ മാത്രമായിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മോനെ അനന്തരവാ, ഡിസിപ്ലിനോട് കൂടി വണ്ടി ഓടിച്ചാൽ ഒരിക്കലും ആക്സിഡന്റ് ഉണ്ടാവുകയില്ല. വലത്തോട്ടും നോക്കരുത്, ഇടത്തോട്ടും നോക്കരുത്. അനന്തരവാ, നീ എങ്ങനെയാ ഡോഗിയായി മാറിയത്? അയ്യോ അമ്മാവ, ഞാൻ നിങ്ങളുടെ പുറകെ ഉണ്ട്. നിങ്ങൾ വേഗം വണ്ടി നിർത്താൻ നോക്ക്. ടോമി, നീ എന്താ ഇങ്ങനെ? വണ്ടി വല്ലതും വന്നിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ മോനെ? നിങ്ങളുടെ ടോമി തികച്ചും സുരക്ഷിതനാണ്. അതെ, എവരിവൺ ലൈക്സ് മൈ അനന്തരവൻ ആൻഡ് മൈസെൽഫ്. ഈ അനന്തരവന്റെ അമ്മാവനാ ഞാൻ. ആൻഡ് ഐ ആം ഓൾസോ വെരി വെരി ലൈക്കബിൾ, ജസ്റ്റ് ലൈക്ക് യുവർ ഡോഗ്. സത്യാണ്. നുറുങ്ങു വിദ്യകൾ പറയും മുത്തശ്ശിയാ ഞാൻ. ഇത് ഞങ്ങളുടെ കുടുംബവക ഡോഗ് ടോമി സിംഗ്. ഇവന്റെ അച്ഛനമ്മമാർ എന്റെ അച്ഛനമ്മമാരുടെ ഫേവറേറ്റ് ആയിരുന്നു. ഇവന്റെ അപ്പൂപ്പനും അമ്മൂമ്മയും എന്റെ അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെയും ഫേവറേറ്റ് ആയിരുന്നു. അന്ന് മുതൽ ഇവന്റെ കഴുത്തിലാ ഞങ്ങളുടെ അലമാരയുടെ താക്കോല് തൂങ്ങിക്കിടക്കുന്നത്. ഈ ഒരു കുഞ്ഞൻ ഡോഗ് നമുക്ക് ലോട്ടറി ടിക്കറ്റ് പോലെയാണ്. ഞാൻ ഈ എല്ലും കഷ്ണം വലിച്ചെറിയും. അപ്പൊ ഇത് പിടിക്കാൻ വേണ്ടി ഡോഗ് ജമ്പ് ചെയ്ത് വരും. അങ്ങനെ അവൻ ജമ്പ് ചെയ്ത് വരുമ്പോ നേരെ നമ്മുടെ വലയിൽ വന്ന് വീഴും. ചേട്ടാ, നിങ്ങളുടെ ഐഡിയ സംഭവിച്ചേ പറ്റൂ. ഡോഗി, എന്നാ പിടിച്ചോ. അയ്യോ ചേട്ടാ, എന്തൊരു അത്ഭുതം! ഇന്നത്തെ കാലത്ത് ആകാശത്തുനിന്ന് ഡോഗും വീഴാൻ തുടങ്ങിയോ? അതും എല്ലിൻ കഷ്ണവും കടിച്ചോണ്ട്. എനിക്കിത് അങ്ങോട്ട് പിടികിട്ടുന്നില്ലല്ലോ ദൈവം. കൂടുതൽ ഇംഗ്ലീഷ് ഒന്നും വിളിച്ചു പറയണ്ട. യെസ്, നോ, താങ്ക് യു, ഇതൊക്കെ നീ തിരിച്ചും മറിച്ചും ഒക്കെ പറഞ്ഞാ മതി. മനസ്സിലായോ? യെസ്, നോ, താങ്ക് യു. ഹലോ, ഇത് ഞങ്ങളുടെ ഡോഗിയാണ്. അതിനെ തന്നേക്ക്. ഇവൻ നിങ്ങളുടെ ഡോഗിയായിരുന്നോ? യെസ്, യെസ്, യെസ്. പക്ഷെ ഈ ഡോഗിയെ ഞാൻ ഇതിനു മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. നോ, നോ, നോ. യെസ്, യെസ്, യെസ്. ടോമി. ടോമിയോ? ആ ടോമിയുടെ ഇരട്ടിയാ ജിമ്മി. ഞങ്ങളുടെ ജിമ്മിയാ ഞങ്ങളുടെ ഡോഗി. ഇതൊരു അത്ഭുതം തന്നെയാണല്ലോ. ശരിക്കും സെയിം ടു സെയിം ആണല്ലോ. ഇതെങ്ങനെ സംഭവിക്കും സാറേ? ഈ ലോകത്ത് എല്ലാവർക്കും ഇരട്ട സഹോദരങ്ങളുണ്ടാകും. എനിക്കുമുണ്ട്. ഊഹിച്ചു നോക്ക്, അപ്പൊ നിങ്ങൾക്ക് ഓർമ്മ വരും. ശരിയാ, എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. നിങ്ങൾക്ക് യെസ്, യെസ്, യെസ്. അതുകൊണ്ടാ പറഞ്ഞത്. ഇവൻ ടോമിയല്ല, ഈ ജിമ്മി ഡോഗി ഞങ്ങളുടെ സ്വന്തമാണ്. താങ്ക് യു. അയ്യോ, ആരെങ്കിലും എന്റെ ടോമിയെ കണ്ടോ? നിങ്ങളുടെ ടോമിയെ കണ്ടില്ല, പക്ഷേ അവന്റെ ഇരട്ട സഹോദരനായ ജിമ്മി ഇല്ലേ, അവൻ ഇപ്പോഴാ ഇവിടുന്ന് പോയത്. അവൻ ഇരട്ട സഹോദരങ്ങളൊന്നും ഇല്ലല്ലോ. അതെയോ? നിനക്ക് എല്ലാം കഷ്ടം വേണോ അല്ലേ? ആദ്യം നിന്റെ ലോക്ക് കഴിച്ചെടുക്കട്ടെ. അയ്യോ ചേട്ടാ, ഇത് മുത്തശ്ശിയുടെ പ്രോപ്പർട്ടിയുടെ കാർഡാണോ അതോ ബോഡി കാർഡോ? എല്ലാരും കഴിച്ചോളൂട്ടോ. അങ്ങനെ എല്ലാവരും സന്തോഷം പങ്കുവെക്ക്. നല്ല ചൂടുള്ള സമൂസ എത്തി. ഞാൻ പറയുന്നത് കേൾക്കാ. ഞാനൊരു ബോഡി ഗാർഡാണ്. എന്റെ ഡ്യൂട്ടി ഒഴികെ എനിക്ക് വേറൊന്നും കേൾക്കാൻ വേണ്ട, കാണാൻ വേണ്ട. നിനക്ക് പ്രയോജനമുള്ള കാര്യമോ ഞാൻ പറയാൻ തുടങ്ങിയത്? എന്നോടൊരു സഹതാപം കാണിക്കരുത് എന്നൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ എനിക്ക്. താനെങ്ങനെ ബോഡി കാണാവുന്നത്? അതിന് തനിക്ക് എന്ത് സ്പെഷ്യാലിറ്റിയാ ഉള്ളത്? എന്തുട്ടെന്ന് എനിക്കൊരു പ്രത്യേകത ഉണ്ട്.
ഞാൻ കുറച്ചേ കഴിക്കുള്ളൂ. മറ്റുള്ളവരെ കഴിപ്പിക്കാനാണ് എനിക്കിഷ്ടം. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. എനിക്കിപ്പൊ തന്നെ എന്റെ ഡോഗിയെ വേണം. എന്താ അച്ഛമാവ? എന്റെ അനന്തരവാ, ഇവരുടെ ഡോഗി ആരോ കിഡ്നാപ്പ് ചെയ്തു. ഇയാളുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്. സത്യത്തിൽ ദിവസവും രാവിലെ 16 ബദാം വെള്ളത്തിൽ കുതിർത്ത് കഴിക്കേണ്ടി വരും. അങ്ങനെ ബുദ്ധിക്ക് ഉണർവുണ്ടാവും. മുത്തശ്ശി, ഡോഗി ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്തിരുന്നെങ്കിൽ പണം ചോദിച്ചുള്ള കോള് വന്നേനെ. കിഡ്നാപ്പേഴ്സിന് വേണ്ടത് ഡോഗി ആയിരിക്കില്ല, അവന്റെ കഴുത്തിലുള്ള ലോക്കറ്റ് ആയിരിക്കും. എന്റെ ഡോഗി അതിലൊന്ന് തൊടാൻ പോലും അനുവദിക്കില്ല. മിസ്സിംഗ് കേസ് റിപ്പോർട്ടിംഗ് സാറേ. എന്നെ പോലെ ഒരു ബോഡി ഗാർഡിന് ആവശ്യമാണല്ലോ നിങ്ങൾക്ക്. ഞങ്ങൾക്കിപ്പോ ഒരു ബോഡി ഗാർഡിനെ അല്ല വേണ്ടത്, ഒരു റിപ്പോർട്ടറിനെയാ. നീ എന്താ പറഞ്ഞു വരുന്നത്? അമ്മാവ, ഞാനൊരു ഐഡിയ കണ്ടുവച്ചിട്ടുണ്ട്. എന്റെ ടോമിക്ക് ജിലേബി ആണല്ലോ ഇഷ്ടം. എങ്കിലും നിങ്ങൾ ടിവിയിൽ പറയേണ്ടത് കരിഞ്ഞുപോയ സമോസയാന്നാ. എന്റെ ടോമി മറ്റു ഡോഗ്സിനെ പോലെ ഡോഗ് ഫുഡ് ഒന്നും കഴിക്കില്ല. വൈദ്യുക്കേട്ടന്റെ കടയിലെ കരിഞ്ഞ സമോസയാവന് ഇഷ്ടം. അതല്ലാതെ അവൻ മറ്റൊന്നും കഴിക്കില്ല. ആ കിഡ്നാപ്പേഴ്സിന്റെ വീട്ടിൽ എന്റെ ഡോഗ് വിശന്നിരിക്കുന്നുണ്ടാകും. എന്റെ ചേട്ടാ, അപ്പൊ അതാണ് കാര്യം. ആ ഡോഗിയെ വശീകരിക്കണമെങ്കിൽ ആ ബൈജു ബാവറയുടെ കടയിലേക്ക് നമ്മൾ പോയേ പറ്റൂ. അമ്മാവ, ഇവിടെ വന്ന ആരെങ്കിലും കരിഞ്ഞ സമോസ ചോദിച്ചാ ഞങ്ങൾക്ക് ഈ ചുവന്ന തൂവാല കാണിച്ച് സിഗ്നൽ തരണം. എന്റെ പൊന്നുമോനെ, നിങ്ങൾ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കണ്ട. വേഗം ചെന്ന് ഒളിച്ചിരുന്നു. അതെ ചേട്ടാ, നല്ല 4 കരിഞ്ഞ സമൂസ എടുത്ത്. സാറേ, ഞാൻ ചെന്ന് നല്ല സ്വാദുള്ള മൊരിഞ്ഞ സമൂസ എടുത്തോണ്ട് വരാം കേട്ടോ. നല്ലത് വേണ്ട, കരിഞ്ഞത് മാത്രം മതി. എന്റെ സാറേ, ഞങ്ങൾ ഒരിക്കലും കസ്റ്റമേഴ്സിന് കരിഞ്ഞ സമൂസ നൽകാറില്ല. ഓ, എന്ത് കഷ്ടമായത്. ഇത് ഞങ്ങൾക്കല്ല, ഞങ്ങളുടെ ഡോഗിക്ക് കരിഞ്ഞ സമൂസയാണ് കൂടുതൽ ഇഷ്ടം. അയ്യോ, ഈ തൂവാല എവിടെ പോയോ എന്തോ. തൂവാലയിലല്ല, പേപ്പറിൽ പൊതിഞ്ഞെടുത്താ മതി. പക്ഷെ തൂവാല എന്റെ അനന്തരവൻ സൂചന കൊടുക്കാൻ വേണ്ടി ഞാനല്ല അവരോട് പറഞ്ഞു. തേങ്ങാക്കൊല ഒലക്കയുടെ മൂട്. ജിലേബി മനുഷ്യന് കഴിക്കാനുള്ളതാ, അല്ലാതെ എറിയാനുള്ളതല്ല. എന്റെ മേക്കപ്പ് മുഴുവൻ നശിപ്പിച്ചല്ലോ. മോനെ, എന്റെ തൂവാല ഇതാ കിട്ടിപ്പോയി. സോറി. തലതാരിഴയ്ക്കാ രക്ഷപ്പെട്ടത്. അപ്പൊ നമ്മളെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയാണ് അനന്തരവനും അമ്മാവനും കൂടെ ഒരു സമൂസ കളി കളിച്ചത്. വിഷമിക്കണ്ടെന്നേ, ഒന്നുമില്ലേലും നമുക്കതിലെ ടേസ്റ്റിയ ജിലേബി കഴിക്കാമല്ലോ. ജിലേബി ഇതാ പിടിച്ചോ. എടാ ടോൽക്കി, നമുക്ക് ശരിക്കും ലോട്ടറി അടിച്ചടാ. എന്റെ ചേട്ടാ, സമയം കളയണ്ട. അതാ നോക്കേ, പണപ്പെട്ടി. അയ്യോ, ഇതിൽ താക്കോലില്ലല്ലോ, പേപ്പർ മാത്രമേ ഉള്ളൂ. ഇതിൽ എന്തോ എഴുതിയിട്ടുണ്ടല്ലോ, LION, ലയൺ. LION. എടാ ടോൽക്കി, ഇത് തുറക്കുന്ന ശബ്ദം കേട്ടു, എന്നിട്ട് ഈ പണപ്പെട്ടി തുറക്കാൻ പറ്റുന്നില്ലല്ലോടാ. എന്റെ ചേട്ടാ, ഈ പെട്ടി എന്താ തുറക്കാൻ പറ്റാത്തത്? ഞാനൊന്ന് നോക്കട്ടെ. തങ്കാട്ടോൾക്കി അങ്കിൾ, എന്റെ ഹെൽപ്പ് വേണമെന്നുണ്ടോ? ആ കള്ളത്തെമാടികളെ രക്ഷപ്പെടുന്ന കാര്യം ചിന്തിക്കാൻ പോലും പാടില്ല. എന്റെ അനന്തരവാ, നിന്റെ സൂത്രം കൊള്ളാലോ. ഇവർ ഇവിടേക്ക് വരുമെന്ന് നിനക്കെങ്ങനെ മനസ്സിലായി? അമ്മാവ, ഇക്കാര്യം മുത്തശ്ശി പറഞ്ഞിരുന്നു. ടോമി മറ്റാരും ലോക്കറ്റിൽ തൊടാൻ സമ്മതിക്കില്ലെന്ന്. പക്ഷേ അവന് ജിലേബി കൊടുത്ത അവൻ ഇണങ്ങി വരും. ടിവിയിൽ പറഞ്ഞത് കരിഞ്ഞ സമോസയെന്നല്ലേ? ഇവർക്ക് ജിലേബിയുടെ കാര്യം എങ്ങനെ മനസ്സിലായി? ആ കരിഞ്ഞ സമോസയുടെ പ്ലാൻ ഈ ഞാൻ കാരണമാ ഫെയിൽ ആയത് മാഡം. അതെ, പക്ഷെ ആ സമയത്ത് ഞാൻ കണ്ടത് ടോൾക്കി അങ്കിൾ ശീലിച്ചു പോയതുകൊണ്ട് കുറച്ച് ജിലേബി മോഷ്ടിച്ചായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി അവര് ജിലേബി കൊണ്ട് ഡോഗിയെ സോപ്പ് ഇടുന്നു. എന്നിട്ട് ലോക്കറ്റ് അടിച്ചു മാറ്റി പണപ്പെട്ടി മോഷ്ടിക്കാൻ ഇങ്ങോട്ട് എടാ വരും. കൊച്ചിയർക്ക, നിന്റെ ബുദ്ധി അപാരമാണല്ലോടാ. ഈ പണപ്പെട്ടി ഇന്നുവരെ എനിക്ക് പോലും തുറക്കാൻ പറ്റിയിട്ടില്ല, പിന്നല്ലേ ഇവര്. അമ്മാവ, ഈ മെഷീനിൽ 1 പകരം 2 ലോക്കാ ഉള്ളത്. ആദ്യത്തെ പാസ്വേഡ് ആണ് LION, രണ്ടാമത്തെ പാസ്വേഡ് നമ്പർ 17, അതായത് നമ്പർ 17.
എന്റെ മുത്തശ്ശിയുടെ പുസ്തകം എനിക്ക് കിട്ടി. താങ്ക് യു ഉണ്ടടാ മോനെ. പോലീസ് മാഡം, അവർ ഓടി രക്ഷപ്പെടുന്നു. ഒപ്പതിനവൻ വെള്ളം കുടിക്കും. ഓക്കെ അല്ലേ മാമ? അതെ പെർഫെക്റ്റ് ഓക്കേ